ബിസ്മില്ലാ അൽഹംദുലില്ലാ സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട കുട്ടികളെ, നമുക്കറിയാം അള്ളാഹുവിന് ഒരുപാട് സൃഷ്ടികളുണ്ട്. ആ സൃഷ്ടികളിൽ അള്ളാഹു അവന് പ്രത്യേകം ആദരിച്ചൊരു വിഭാഗമാണ് മനുഷ്യരെന്നുള്ളത്. വലഖദ് കറംനാ ബനി ആദം. ആ മനുഷ്യരിൽ ഏറ്റവും സൗഭാഗ്യവാന്മാർ ആരാണ്? അവനെ അറിഞ്ഞ് ആരാധിക്കാൻ, അവൻ വിശ്വസിക്കാൻ സാധിച്ച വിശ്വാസികളാണ്. ആ വിശ്വാസികളിൽ ഏറ്റവും ഉത്തമരാരാണ്? عن أبو بكر بن أبي شعيبة وابن نمير قال حدثنا عبد الله بن إدريس وعن ربيعة بن عثمان وعن محمد بن يحيى بن حبان عن الأعرج وعن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم المؤمن القوي خير وأحب إلى الله من المؤمن الضعيف وفي كل خير احرص على ما ينفعك واستعن بالله ولا تعجز فإن أصابك شيء فلا تقل لو أني فعلت كان كذا وكذا ولكن قل قدر الله وما شاء فعل فإن لم تفتح عمل الشيطان. കരുത്തരായ ഒരു വിശ്വാസിയാണ് ബലഹീനായ വിശ്വാസിയേക്കാൾ ഏറ്റവും ഉത്തമരും അള്ളാഹുവിലേക്ക് ഏറ്റവും പ്രിയങ്കരമായവരും. കുട്ടികളെ, എന്തിന്റെ പേരിലാണ് ഒരു കരുത്തനായ വിശ്വാസിക്ക് സ്ഥാനം കൂടാൻ കാരണം? ഇമാം ഖുർത്തുബി റഹിമഹുള്ള പറയുന്നു, കരുത്തനായ ഒരു വിശ്വാസിക്ക് ഹജ്ജ്, നോമ്പ് തുടങ്ങിയ ഇബാദത്തുകൾ നല്ല രീതിയിൽ ചെയ്യുവാനും, നന്മ കൽപ്പിക്കുവാനും, തിന്മ തടയാനും, ആ മാർഗത്തിൽ അവനക്ക് അനുഭവിക്കേണ്ടി വരുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും ക്ഷമാപൂർവം സഹിക്കാൻ സാധിക്കും എന്നതുകൊണ്ടാണ്. ഈ വിഷയത്തിൽ ഇമാം നവവി റഹിമഹുള്ളയുടെ അഭിപ്രായം, ശക്തനായ ഒരു മുസ്ലിമിന് അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുവാനും തന്റെ ശത്രുവിനോട് സധൈര്യം ഏറ്റുമുട്ടാനും സാധിക്കും എന്നതുകൊണ്ടാണ്. അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹമാണ് ആഫിയത്ത് എന്നുള്ളത്. ഇമാം അഹ്മദ് തന്റെ മുസ്നദിൽ കൊണ്ടുവരുന്ന ഹദീസിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്നു, വസലുല്ലാഹൽ മുആഫ ഫഇന്നഹു ലം യുഅത അഹദുൻ ബഅദൽ യഖീനി ഷൈഅൻ ഖൈറൻ മിനൽ മുആഫ. ഒരു വ്യക്തിക്ക് അല്ലാഹു തന്റെ ഈമാൻ നൽകുന്ന ഏറ്റവും മഹത്തായ ഔദാര്യം എന്നുള്ളത് അവന്റെ ആരോഗ്യമാണ്. അതുകൊണ്ട് ഇവിടെ ആരോഗ്യം കുറഞ്ഞ വിശ്വാസികൾക്ക് സ്ഥാനം കുറവാണെന്നോ അല്ലെങ്കിൽ അവരിൽ തീരെ നന്മയില്ലെന്നോ ഒരിക്കലും ഉദ്ദേശിക്കുന്നില്ല. കാരണം പ്രവാചകന്റെ ഒരു ഹദീസിന്റെ താല്പര്യത്തിൽ കാണാം, ഈ ഉമ്മത്ത് സഹായിക്കപ്പെടുന്നത് ഈ ഉമ്മത്തിലെ ബലഹീനന്മാരുടെ ദുആ കൊണ്ട് മാത്രമാണ്. ശേഷം പ്രവാചകൻ പറയുന്നു, വഫീ കുല്ലിൻ ഖൈറുൻ. അതെ, വിശ്വാസി ബലഹീനനാണെങ്കിലും അല്ലെങ്കിൽ അവൻ ബലവാനാണെങ്കിലും ഒരു വിശ്വാസി എന്ന നിലക്ക് എല്ലാവരുടെ ഉള്ളിലും നന്മയുണ്ട്, എല്ലാവരുടെ ഉള്ളിലും സൽഗുണങ്ങളുണ്ട്. ഒരു വിശ്വാസി തന്റെ ആയുഷ്കാലത്തെ എങ്ങനെയാണ് ചെലവഴിക്കേണ്ടത്? എന്തിലൊക്കെയാണ് ചെലവഴിക്കേണ്ടത്? ഇഹ്രിസ് അലാ മാ യൻഫഉക. നിനക്ക് നിന്റെ ദുനിയാവിലും നിന്റെ ആഖിറത്തിലും നിനക്ക് പ്രയോജനം ചെയ്യുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കാൻ നീ ആഗ്രഹം വെക്കണം. നമുക്കറിയാം നമ്മുടെ ദുനിയാവിലെ ഏറ്റവും വലിയ ശത്രുവാണ് ശൈത്താനുള്ളത്. ആ ശൈത്താൻ നമുക്ക് ഈ ദുനിയാവിൽ ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് വ്യാമോഹങ്ങളും നമ്മുടെ മനസ്സിൽ തോന്നിപ്പിച്ചു തരും. യഇദുഹും വയുമന്നീഹിം വമാ യഇദുഹും ശൈത്താനു ഇല്ലാ ഗുറൂറ. എന്നാൽ ഈ ശൈത്താന്റെ വാദങ്ങളെല്ലാം അല്ലെങ്കിൽ ശൈത്താന്റെ വ്യാമോഹങ്ങളെല്ലാം വെറും പൊള്ളയായ വാദങ്ങൾ മാത്രമാണ്. നാം ഒരിക്കലും ഈ ദുനിയാവിന്റെ നശ്വരമായ ഫലങ്ങൾ കണ്ട് അല്ലെങ്കിൽ നശ്വരമായ ഈ സുഖങ്ങൾ കണ്ട് നാം ഒരിക്കലും വഞ്ചിതരാകാൻ വഞ്ചിതരാകരുത്. കാരണം അശ്ശൈത്വാനലക്കും അദുവ ഫത്തഖിദൂഹു അദുവ. നാം ശൈത്വാനെ നമ്മുടെ ശത്രുവായി തന്നെ കാണണം. ശേഷം പ്രവാചകൻ ഈ ഹദീസിലൂടെ പറയുന്നു, വസ്തഈൻ ബില്ലാ. നാം എപ്പോഴും അള്ളാഹുവിന്റെ സഹായം ചോദിച്ചുകൊണ്ടേയിരിക്കണം, അവനോട് എപ്പോഴും ദുആ ചെയ്യണം. കാരണം അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കാര്യമാണ് തന്റെ അടിമ തന്നോട് ചോദിക്കുക എന്നുള്ളത്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പാടിയതുപോലെ,
ഇദാ ഇഹ്തജബ അന്നാസു അൻ സായിലിൻ ഫമാ ദൂന സാഇലു റബ്ബി ഹിജാബു. ജനങ്ങൾ ചിലപ്പോൾ ചോദ്യകർത്താവിനെ കണ്ട് മറഞ്ഞു നിന്നേക്കാം, എന്നാൽ അള്ളാഹുവിനോട് ചോദിക്കുന്നതിന് മുമ്പിൽ യാതൊരു തരത്തിലുള്ള മറയുമില്ല. അതുകൊണ്ട് നാം എപ്പോഴും നമ്മുടെ എല്ലാ ഘട്ടത്തിലും അള്ളാഹുവോട് ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പല പ്രയാസങ്ങൾ വരും, പല പ്രതിസന്ധികളും വരും. നാം ഒരിക്കലും തളരരുത്, ഒരിക്കലും അള്ളാഹുവിന്റെ റഹ്മത്ത് നാം ഒരിക്കലും വിദൂരത്താകരുത്. ولا تعجز لو أني فعلت كان كذا وكذا ولكن قل قدر الله وما شاء فعل. ഒരു യഥാർത്ഥ സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ മനസ്സിൽ ഇത്തരം ഘട്ടങ്ങളിൽ എപ്പോഴും ഉണ്ടാകേണ്ടത് ഇത് അള്ളാഹുവിന്റെ തീരുമാനമാണ്, അവൻ ഉദ്ദേശിച്ചത് മാത്രമേ നടക്കുകയുള്ളൂ എന്നൊരൊറ്റ ചിന്ത മാത്രമാണ്. ഫൈലം തുഫ്തഹു അമല ശൈത്താൻ. ഇനി അങ്ങനെയല്ല, നമ്മൾ മറ്റു രീതിയിൽ ചിന്തിക്കുന്നതെങ്കിൽ അത് ശൈത്താന്റെ പ്രവർത്തിക്ക്, അതായത് മനുഷ്യനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുക അല്ലെങ്കിൽ മനുഷ്യനെ അള്ളാഹുവിന്റെ ഇത്താഅത്തിൽ നിന്ന് പുറത്താക്കുക എന്ന ശൈത്താന്റെ പ്രവർത്തിക്ക് കാരണമായി തീരും, എളുപ്പമായി തീരും. കുട്ടികളെ, ഈ ഹദീസ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. നമുക്കതൊന്ന് ചുരുക്കി പറഞ്ഞു നോക്കാം. ഒന്നാമത്തെ കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമക്ക് നൽകുന്ന ഏറ്റവും നല്ല നിഅമത്തുകൾ ഒന്നാണ് ആഫിയത്ത് എന്നുള്ളത്. അത് നമ്മൾ നമ്മുടെ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി മാത്രം നാം ഉപയോഗിക്കണം. രണ്ട് ആഫിയത്ത് എന്നുള്ളത് നാം അപ്പോൾ അള്ളാഹുവോട് ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം. കാരണം മനുഷ്യൻ ഒരിക്കലും പൂർണ്ണനല്ല. 3, നമ്മുടെ പ്രയാസഘട്ടങ്ങളിൽ നാം ഒരിക്കലും തളരരുത്, അള്ളാഹുവിൽ പ്രതീക്ഷ വെച്ചുകൊണ്ടേയിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ വിശ്വസിച്ച് അവന്റെ ഖദറിൽ വിശ്വസിച്ച് ജീവിക്കാൻ തൗഫീഖ് നൽകട്ടെ. ആഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അടുത്തത് 247